വീട്ടിൽ നിന്നിറങ്ങി ജംഗ്ഷൻ കഴിഞ്ഞതും അച്ചുവിൽ ആശ്വാസമായിരുന്നു. പരിചയമുള്ള ഒരാളും ഇനി കാണില്ലല്ലോ. കിച്ചുവിൻ്റെ ഷർട്ടിൽ മുറുകിയ പിടി മാറ്റിക്കൊണ്ട് അവൻ്റെ വയറിൽ ഒരു കൈകൊണ്ട് ചുറ്റി പിടിച്ചുകൊണ്ടിരുന്നു. ഒരു നിമിഷം കിച്ചു ഒന്ന് ഞെട്ടിപ്പോയി. അവളിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കണ്ണാടിയിൽ കൂടെ അവളുടെ മുഖം കിച്ചു കാണുന്നുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷത്തിലാണവൾ. തന്നോടൊപ്പമുള്ള യാത്രകൾ അവൾക്ക് ഇത്ര പ്രിയപ്പെട്ടതാണോ? കിച്ചുവിൽ അത്ഭുതം നിറഞ്ഞു. ടൗൺ കഴിഞ്ഞ് പിന്നെ കുറേ ദൂരമുണ്ട് അങ്ങോട്ട്. അച്ചു ചുറ്റുമുള്ളതെല്ലാം വീക്ഷിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് അച്ചുവിനെ നോക്കുമ്പോൾ കിച്ചുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയും. കുറച്ചു ദൂരം പോയതും കിച്ചു വണ്ടി നിർത്തി. ഒരു കഫേയുടെ മുന്നിലാണ് നിർത്തിയേക്കുന്നത്. അവൻ്റെ മേലെ നിന്ന് കൈകൾ പിൻവലിച്ചുകൊണ്ട് അച്ചു അവനെ നോക്കി. ഇറങ്ങ്. കിച്ചു പറഞ്ഞതും അച്ചു ഒന്ന് സംശയിച്ചു കൊണ്ടിറങ്ങി. ശേഷം അവനെ നോക്കി. അവനും ബൈക്കിൽ നിന്നിറങ്ങി ഒന്ന് മൂരി നിവർന്നു. ഇതെന്താ ഇവിടെ നിർത്തിയേ? ആലൂരല്ലല്ലോ ഇത്. അച്ചുവിൽ സംശയം നിറഞ്ഞു. ബാ, നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് പോകാം. ഓക്കെ. അതും പറഞ്ഞ് അച്ചു മുന്നിൽ നടന്നു. അവളെ നോക്കി ചിരിയോടെ കിച്ചുവും. നിനക്ക് ഏത് ഫ്ലേവറാ വേണ്ടേ? കിച്ചുവേട്ടൻ ഏതാ വേണ്ടേ? അച്ചു തിരിച്ചു ചോദിച്ചു. മാംഗോ. എന്നാ എനിക്കും അത് മതി. അച്ചു പറഞ്ഞത് കേട്ട് അവളുടെ തലയ്ക്കൊരു കൊട്ടും കൊടുത്തുകൊണ്ട് കിച്ചു 2 മാംഗോ ജ്യൂസ് പറഞ്ഞു. കിച്ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഞാൻ ഡ്രസ്സ് മാറുന്നത് നിങ്ങൾ ഒളിഞ്ഞെങ്ങാനും നോക്കിയോ? മുഖത്ത് ഗൗരവമൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് അച്ചുവിൻ്റെ ചോദ്യം. കിച്ചു ആണെങ്കിൽ ആകെ ഞെട്ടിയിരിപ്പാണ്. എടി എടി, ഞാൻ അത്രക്കാരനൊന്നുമല്ല. അത് പിന്നെ എൻ്റെ അതേ കളർ ഡ്രസ്സല്ലേ നിങ്ങളും ഇട്ടേ? അപ്പോൾ ഒരു ചിന്ന ഡൗട്ട്. അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അപ്പോൾ ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചാ? കിച്ചു പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യേ, ഐ ആം ഗുഡ് ഗേൾ. അച്ചു മുഖം വെട്ടിച്ചിരുന്നു. അത് കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. നിനക്ക് കഴിക്കാൻ എന്തേലും വേണോ? ഹേ മിസ്റ്റർ, നമ്മൾ കറങ്ങാൻ വന്നതോ ഫുഡ് അടിക്കാൻ വന്നതോ അല്ല, കല്യാണത്തിന് വന്നതാണ്. അതെനിക്കും അറിയാം. അവിടേക്കെത്താൻ നല്ല ദൂരമുണ്ട്. 1 മണിക്കൂറിന് മേലെയാവും മിക്കതും എത്താൻ. എനിക്കൊന്നും വേണ്ട. എങ്ങാനും അവിടെ ചിക്കൻ ബിരിയാണി ആണേലോ. ഇപ്പോൾ കഴിച്ച് വയർ ഫുള്ളാക്കിയാൽ അത് കഴിക്കാൻ പറ്റുമോ? അച്ചു വളരെ ഗൗരവത്തോടെ കിച്ചുവിനെ നോക്കി പറഞ്ഞു. ചിക്കൻ ബിരിയാണി? എടി പൊട്ടി, നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാരാണ്. അവിടെ പച്ചക്കറി സദ്യയാണ്. പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചിക്കൻ ബിരിയാണി വെച്ചാൽ ഇറങ്ങില്ലേ? അങ്ങനെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വല്യമ്മയുടെ മോളുടെ കല്യാണത്തിന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ആ, അപ്പോൾ നിന്നെപ്പോലെ തന്നെ നിൻ്റെ വീട്ടുകാർക്കും ബോധമില്ലാലേ? കിച്ചു ചിരിയോടെ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. മിസ്റ്റർ, എൻ്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ. ഷോ, ദേഷ്യം വരുമ്പോൾ അച്ചൂട്ടിയെ കാണാൻ നല്ല ചേലാണല്ലോ. അച്ചുവിൻ്റെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. എന്നെ തൊടണ്ട. അച്ചു പറഞ്ഞുകൊണ്ട് നീങ്ങിയിരുന്നു. അപ്പോഴേക്കും ജ്യൂസ് എത്തിയിരുന്നു. 2 പേരും ജ്യൂസൊക്കെ കഴിച്ച് പൈസയും കൊടുത്ത് പുറത്തേക്കിറങ്ങി. കിച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തതും അച്ചു കയറി. അവനെ ചുറ്റിപ്പിടിക്കാൻ നിന്നതും എന്നെ തൊടണ്ട. അച്ചു നേരത്തെ പറഞ്ഞതുപോലെ കിച്ചു അവളെ നോക്കി പറഞ്ഞു. അവൻ്റെ കണ്ണിലൊരു കുസൃതി ചിരി വിരിഞ്ഞു. ഓഹോ, പക പോക്കുവാണല്ലേ? പക അത് വീട്ടാനുള്ളതാണ് അച്ചുവേ. കിച്ചു പറഞ്ഞതും അച്ചു വേഗം തന്നെ പിന്നിലോട്ടൊന്ന് ആഞ്ഞിരുന്നു. അത് കണ്ട് കിച്ചു സംശയത്തോടെ അവളെ നോക്കി. എങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അച്ചു 2 കൈകൾ കൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ പുറത്തേക്ക് മുഖമമർത്തിയിരുന്നു. അത്ര നേരം കുസൃതിയോടെ നിന്നിരുന്ന കിച്ചുവിൻ്റെ മുഖഭാവം മാറി. മനസ്സിൽ ലഡു പൊട്ടിയ പോലൊരു ഫീലായിരുന്നു. തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അച്ചുവിൻ്റെ കൈകളിലേക്ക് കിച്ചു നോക്കി. പിന്നെ കണ്ണാടിയിൽ കൂടി അച്ചുവിനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് കിച്ചു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വെറുതെ ഒരു ആവേശത്തിന് കയറി ചുറ്റിപ്പിടിച്ചതാണ് അച്ചു. അവൻ്റെ പുറത്തേക്ക് മുഖം ചേർത്തിരുന്നതും പിന്നെ മാറിയിരിക്കാൻ അച്ചുവിന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവനെ മുറുകെ തന്നെ കെട്ടിപ്പിടിച്ചിരുന്നു. കുറച്ചു ദൂരം പോയതും ടൗൺ ഭാഗങ്ങളിൽ നിന്ന് ഉള്ളേരിയയിലേക്ക് ബുള്ളറ്റ് നീങ്ങിക്കൊണ്ടിരുന്നു. ഉള്ളേരിയ എന്ന് പറയുമ്പോൾ ചുറ്റും കാടും മലയും മരങ്ങളും നിറഞ്ഞ സ്ഥലമാണ്. ചെറുതായി ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ് അവിടെ. ആ യാത്ര ആസ്വദിക്കുകയായിരുന്നു അച്ചുവും അതുപോലെ തന്നെ കിച്ചുവും. എടി, നിനക്ക് അവരുടെ വീട്ടിലേക്കുള്ള വഴി അറിയോ? ആലൂരെത്തിയതും ബൈക്കൊന്ന് സ്ലോ ആക്കിക്കൊണ്ട് കിച്ചു ചോദിച്ചു. ഇല്ല, വീട്ടിലല്ലല്ലോ അതിന് പാർട്ടി. അതും ശരിയാണല്ലോ. പിന്നെ ചോദിച്ച് 2 പേരും കൺവെൻഷൻ സെൻറ്ററിലെത്തി. ഗംഭീര കല്യാണമാണെന്ന് തോന്നുന്നു. ബൈക്കിൽ നിന്നിറങ്ങിക്കൊണ്ട് കിച്ചു പറഞ്ഞു.
അതിന് ശരിവെക്കുവോണം അച്ചു തലയാട്ടി കാണിച്ചു. വാ, അകത്തേക്ക് പോകാം. കിച്ചേട്ടനെ ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും അറിയില്ല. നിനക്കോ? എനിക്കും അറിയില്ല. അപ്പം കുഴപ്പമില്ല. അതും പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറി. ഒരുപാട് പേരുണ്ട്, ആരെയും പരിചയമില്ല. രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു. വന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. കുറേ പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറേ പേർ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒപ്പം ഫോട്ടോസും എടുക്കുന്നുണ്ട്. കല്യാണം വിളിക്കാൻ വന്ന ആള് അവരെ കണ്ടതും അവരുടെ അടുത്തേക്ക് വന്ന് കുറച്ചു നേരം സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു പോക്കറ്റിൽ നിന്നും അമ്മ തന്നുവിട്ട കല്യാണ കവർ അയാൾക്ക് നേരെ നീട്ടിയത്. ഉഫ്, ഈ ഏർപ്പാടാണ് സഹിക്കാൻ പറ്റാത്തെ. ഇങ്ങേർക്ക് കുറേ കാശ് കിട്ടിയിട്ടുണ്ട്. അമ്മ തന്ന കവർ എൻ്റെ ഇരിക്കട്ടെ. പൈസയ്ക്ക് നല്ല ആവശ്യമാണ്. 1000 രൂപ കിട്ടിയാ എന്താ, പുളിക്കോ? അയാളെ നോക്കി വെറുതെ ചിരിച്ചുകൊണ്ട് അച്ചു അയാളെ നോക്കി മനസ്സിൽ പറഞ്ഞു. അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. മിക്കവരും കാശ് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ നിന്നു. ബൊഫെ ആയിരുന്നു. അച്ചു വിചാരിച്ചതുപോലെ ചിക്കനോ ബിരിയാണിയോ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിൽ വിഷമമുണ്ടേ. എന്നാ നമുക്ക് പോയാലോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഐസ്ക്രീം തിന്നുന്ന അച്ചുവിനെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. പോവാ. രണ്ടുപേരും ബൈക്കിരിക്കുന്നതിൻ്റെ അവിടേക്ക് നടന്നു. കിച്ചേട്ടാ, നമ്മുടെ കല്യാണം ഇതുപോലെ എല്ലാവരെയും വിളിച്ച് ആഘോഷമായി നടത്തണം കേട്ടോ. അവൾ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് കിച്ചനെ നോക്കി പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് കിച്ചു ഒന്ന് ഞെട്ടി. നിന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കോ എന്നാ പേടി. അപ്പോഴാ അവിടെ അമ്മൂമ്മയുടെ ഒരു കല്യാണം. അതും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് കിച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കിച്ചു പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ അവനെ തൊടാതെ കമ്പിയിൽ പിടിച്ച് പുറകിലേക്ക് അല്പം നീങ്ങിയിരുന്നു അച്ചു. തിരികെ പോകും വഴിയെല്ലാം അച്ചു മൗനമായിരുന്നു. അത് കിച്ചുവും ശ്രദ്ധിച്ചിരുന്നു. കാര്യമെന്തെന്ന് അവനും മനസ്സിലായില്ല. വീടിന് മുന്നിൽ ബൈക്ക് നിർത്തിയതും ഒന്നും മിണ്ടാതെ പോകാൻ നിന്ന അച്ചുവിൻ്റെ കയ്യിൽ കിച്ചു പിടിച്ചു നിർത്തി. എന്താ എന്ന രീതിയിൽ അവൾ അവനെ നോക്കി. നിനക്ക് എന്താ പറ്റിയേ? അവിടെ വെച്ചൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് ഇതെന്തു പറ്റി? മങ്ങിയിരിക്കുന്ന അച്ചുവിൻ്റെ മുഖം നോക്കിക്കൊണ്ട് കിച്ചു ചോദിച്ചു. എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ലേ കിച്ചേട്ടൻ എന്നെ വേണ്ടാന്ന് വെക്കൂ? പെട്ടെന്നുള്ള അച്ചുവിൻ്റെ ചോദ്യത്തിൽ കിച്ചു ഞെട്ടി. പതറിക്കൊണ്ട് അവളെ നോക്കി. പറയേ കിച്ചേട്ടാ, എന്നെ വേണ്ടാന്ന് വെക്കൂ. എന്നെ ഇഷ്ടമല്ലെന്ന് പറയൂ. കിച്ചേട്ടന് എന്നെ ശരിക്കും ഇഷ്ടമാണോ അതോ? പറഞ്ഞു തീരും മുൻപേ അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കിച്ചുവിന് ആകെ വല്ലായ്മ തോന്നിപ്പോയി. അച്ചു മോളെ ഞാൻ. കിച്ചു വാക്കുകൾ കിട്ടാതെ പതറിപ്പോയി. വേണ്ട കിച്ചേട്ടാ, എൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്കും കിച്ചേട്ടനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ കിച്ചേട്ടനും അവരെ ഒത്തിരി ഇഷ്ടമാണ്. അവർ സമ്മതിച്ചില്ലേ നമ്മുടെ വിവാഹം നടക്കില്ല, അല്ലേ കിച്ചേട്ടാ? ഞാൻ കാരണം എല്ലാവർക്കും മുന്നിൽ കിച്ചേട്ടൻ തലകുനിച്ച് നിൽക്കാൻ പാടില്ല. ഞാൻ സോറി കിച്ചേട്ടാ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അച്ചു വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കി ദയനീയമായി കിച്ചു ബൈക്കിലിരുന്നു. ഒട്ടൊരു നിമിഷത്തിന് ശേഷം കിച്ചു നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റി വീട്ടിലേക്ക് കയറി. അച്ചു വീട്ടിലേക്ക് കയറി വന്നതും ഹാളിൽ തന്നെ TV കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ജുവിനെ കണ്ടു. കല്യാണത്തിന് പോയി നിന്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നേ? അച്ചു കയറി വന്നതും അഞ്ജു ചോദിച്ചു. ഒന്നുമില്ല. നീ എന്തേലും ഒപ്പിച്ചു കാണും. അതിന് കിച്ചേട്ടൻ നല്ല വഴക്കും പറഞ്ഞു കാണും. ഞാനൊന്നും ഒപ്പിച്ചില്ല. അമ്മ എന്തേ? ഗണത്തിന് പോയി. അച്ചു പിന്നെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പോയി. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അച്ചു തൻ്റെ ഡയറി കയ്യിലെടുത്തു. ഇന്ന് സന്തോഷത്തോടെയാണ് കിച്ചേട്ടൻ്റെ ഒപ്പം ആലൂർക്ക് കല്യാണത്തിന് പോയത്. ഒത്തിരി സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. കിച്ചേട്ടനൊപ്പമുള്ള യാത്ര അത്രമേൽ ഞാൻ ആസ്വദിച്ചിരുന്നു. കൺവെൻഷൻ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെയും കിച്ചേട്ടൻ്റെയും കല്യാണം നടക്കുമോ എന്നായിരുന്നു എൻ്റെ ഉള്ളിൽ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കിച്ചേട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. അഞ്ജുവിനും കിച്ചേട്ടന് തിരിച്ചും. അവരോട് നല്ല സ്നേഹമാണ്. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അച്ഛന് വേറെ ആരേക്കാളും വിശ്വാസമാണിപ്പോൾ കിച്ചേട്ടനെ. ഞാനും കിച്ചേട്ടനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും കിച്ചേട്ടനോടുള്ള ആ വിശ്വാസം തകരില്ലേ? ഞാൻ കാരണം എല്ലാവർക്കും മുന്നിൽ കിച്ചേട്ടൻ്റെ തല കുനിയും. അതെനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. അച്ഛയുടെയും അമ്മയുടെയും സമ്മതമില്ലാതെ ഒരിക്കലും കിച്ചേട്ടൻ എന്നെ സ്വീകരിക്കില്ല. എൻ്റെ കൃഷ്ണ, കിച്ചേട്ടനെയും എന്നെയും തമ്മിൽ പിരിക്കല്ലേ. അതെനിക്ക് സഹിക്കില്ല ഭഗവാനെ. എഴുതി മുഴുവനാക്കാൻ അച്ചുവിന് സാധിച്ചില്ല. അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് ഡയറി അടച്ചു വെച്ചു. കിച്ചുവിനെ കാണാനായി വന്നതാണ് അജിത്ത്. അവനൊപ്പം തന്നെ ലച്ചുവുമുണ്ട്.
രണ്ടുപേരും അകത്ത് കയറിയതും ഹാളിൽ തന്നെ ടി വിയും കണ്ട് പയറ് നന്നാക്കുന്നുണ്ട് ഗീത. അവർ വന്നില്ലേ വല്യമ്മേ? വന്നു വന്നു. എന്നിട്ടെവിടെ? അജിത്ത് ചുറ്റുമൊന്ന് നോക്കി. കിച്ചു വന്ന വഴി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. അച്ചു ഇങ്ങോട്ട് വന്നിട്ടേയില്ല. ഗീത അതും പറഞ്ഞുകൊണ്ട് പയറൊടിച്ച് പാത്രത്തിലേക്കിട്ടു. എന്തോ സംശയം തോന്നിയതും കിച്ചനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അജിത്ത് അവൻ്റെ മുറിയിലേക്ക് നടന്നു. പിന്നാലെ ലച്ചുവും. മുറിയിലെ ബെഡിൽ കൈവെള്ളയിൽ മുഖം ചേർത്ത് കുനിഞ്ഞിരിക്കുകയാണ് കിച്ചു. അജിത്തും ലച്ചുവും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. അജിത്ത് അവൻ്റെ അടുത്ത് ബെഡിലായിരുന്നു. ലച്ചു മേശക്കരികിലുള്ള കസേരയിലായിരുന്നു. അടുത്ത് ആരോ വന്നതറിഞ്ഞിട്ടും കിച്ചു അനങ്ങിയില്ല. ഡാ കിച്ചു, എന്താടാ പറ്റിയേ? കിച്ചുവിൻ്റെ കൈകൾ ബലമായി പിടിച്ചു മാറ്റിക്കൊണ്ട് അജിത്ത് ചോദിച്ചു. എന്താ കിച്ചേട്ടാ, എന്തു പറ്റി? അവൻ്റെ കലങ്ങിയിരിക്കുന്ന കണ്ണുകൾ കണ്ടതും ലച്ചു ചോദിച്ചു. കിച്ചു ഒന്നും മിണ്ടിയില്ല. അജിത്തിൻ്റെ ഷോൾഡറിൽ മുഖം ചേർത്ത് കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. ഡാ, എന്താടാ കാര്യം? നീ പറയാതെ. അജിത്ത് അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. കിച്ചു ശ്വാസമെന്ന് എടുത്തുകൊണ്ട് ഉണ്ടായ സംഭവം പറഞ്ഞു കൊടുത്തു. എനിക്കറിയില്ലടാ, അവൾ പെട്ടെന്ന് അങ്ങനെ. ലച്ചു അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലൊന്നും കിച്ചുവിന് പറയാൻ സാധിച്ചില്ല. ഞാൻ അവളെ പോയി കണ്ടിട്ട് വരാം. അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ലച്ചു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലടാ. പെട്ടെന്ന് അവൾ എങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുമെന്ന് ഞാൻ കരുതിയില്ലടാ. ഞാൻ എന്താടാ അവള്? കിച്ചു വാക്കുകൾ കിട്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ അജിത്തിനെ നോക്കി. അജിത്തിനെ കിച്ചുവിനെ കണ്ട് പാവം തോന്നി. അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട് അവനാ പെണ്ണിനെ. നിനക്കറിയോ അജിത്തെ, ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്? അമ്മയും അച്ഛനും കണ്ണനും എന്തിന്, നീ പോലും പലവട്ടം പറഞ്ഞിട്ടില്ലേ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അവളെ പറ്റി. അപ്പോഴൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ അന്ന് അവളെയും ലച്ചുവിനെയും അന്വേഷിച്ച് ഞാനും കണ്ണനും അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവളും ലച്ചുവും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ എന്താണ് വേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നടാ. പക്ഷേ നിനക്കറിയോ അജിത്തെ, ബാംഗ്ലൂർ എത്ര പെൺപിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ജീവിക്കുന്ന പല പെണ്ണുങ്ങളും. അതിലെത്രയോ ഗേൾസ് എൻ്റെ അടുത്ത് സൗഹൃദവും അല്ലാതെയും കൂട്ടുകൂടാൻ വന്നിട്ടുണ്ടെന്നറിയോ? അവരോടൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ലടാ. ബട്ട് അച്ചു അവളെ എങ്ങനെയോ സ്നേഹിച്ചു പോയടാ. ഇനി അവളില്ലാതെ എനിക്ക് പറ്റില്ലടാ. കിച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അജിത്ത് അവനെ നോക്കി എന്ത് പറയണമെന്നറിയാതെയിരുന്നു. അവൾ പറഞ്ഞതുപോലെ ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും എന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കും അവരെ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളുടെ ബന്ധമറിഞ്ഞാൽ അവരതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പോലെയല്ല അവർ. പ്രണയവിവാഹം എന്നൊക്കെ പറയുന്നത് അവരുടെ കണ്ണിൽ തെറ്റാണ്. പക്ഷേ എനിക്ക് അവളില്ലാതെ പറ്റില്ലടാ. എൻ്റെ ജീവനാടാ അവൾ. എനിക്ക് പക്ഷേ ചെറിയച്ഛനെയും ചെറിയമ്മയെയും വേദനിപ്പിച്ചുകൊണ്ട് അവളെ സ്വന്തമാക്കാനും എനിക്ക് സാധിക്കില്ല. ഈയൊരു കാര്യം അറിഞ്ഞാൽ അവർക്ക് എന്നോടുള്ള സകല വിശ്വാസവും പോകും. കിച്ചുവിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു. കിച്ചു, നീ പറയുന്നത് ശരിയാണ്. ചെറിയച്ഛനും ചെറിയമ്മയും പ്രണയവിവാഹത്തോട് യോജിക്കാത്തവരാണ്. അതിപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ കാര്യം കണ്ടും കേട്ടും അറിഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ പ്രണവിൻ്റെ കാര്യം തന്നെ നോക്ക്. അവനൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാരെ സമ്മതിച്ചോ? പ്രണയത്തോട് നീരസം, അതാണ് അവരുടെ കാഴ്ചപ്പാട്. അത് വെച്ച് നോക്കുമ്പോൾ നീയും കണ്ണനും പുണ്യം ചെയ്തവരല്ലടാ. വല്യച്ഛനും വല്യമ്മയും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലേ? മാത്രമല്ല ഇപ്പം അച്ചുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ട്. പിന്നെ അച്ചു വിവാഹപ്രായം തികഞ്ഞൊരു പെൺകുട്ടിയല്ല, വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ ഒരു ബോധമേ അതിനുള്ളൂ. അവൾ എന്തേലും പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാലോ? അച്ചുവിൻ്റെ മനസ്സിൽ നീ അവളെ കൈവിട്ട് കളയുമോ എന്ന പേടിയാണ്. കാരണം അവൾ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അതിനും ഒരു ഭാഗ്യം വേണമെടാ. പിന്നെ ഇപ്പോൾ അവൾ 10ാം ക്ലാസ് അല്ലേ ആയിട്ടുള്ളൂ. അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ചെറിയ കൊച്ചാണ്, ലോകപരിചയം അതിനില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ജനറേഷനിൽ ലവ് എന്നൊക്കെ പറയുന്നത് ഇല്ലാത്തവർ തന്നെ വിരലിൽ എണ്ണാവുന്നതിൽ പോലും സാധിക്കില്ല. അച്ചു കുഞ്ഞാണ്, മനസ്സ് കൈവിട്ടു പോകുന്ന പ്രായം. നീ അവളുടെ കൂടെ കാണണം. ഇപ്പോഴത്തെ കൂട്ടുകാരെയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നീ അവളെ പറഞ്ഞു മനസ്സിലാക്കണമെല്ലാം. അല്ലാതെ വെറുതെ അതും ഇതും ആലോചിച്ച് നീ തന്നെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാലോ? അജിത്ത് പറയുന്നതെല്ലാം കിച്ചു ശ്രദ്ധയോടെ തന്നെ കേട്ടിരുന്നു. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. കിച്ചു പറഞ്ഞതും അജിത്ത് ഫോണെടുത്ത് ലച്ചുവിന് കോൾ ചെയ്തു.